അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത് കലിമ തഫ്ളീലുൽ ഖുർആൻ മദ്രസയിലെ ഒരു കുട്ടി ഇന്ന് ഖത്മുൽ ഖുർആൻ ഓതി പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ ചില വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സമയം അരമണിക്കൂർ കൂടുതലായി ആരംഭിക്കുകയാണ്. കുറച്ച് അടുത്തേക്ക് ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയെ കാര്യം ഇരിക്കുന്നവർക്കിരിക്കാം. നല്ലൊരു മൗലിക സെന്ററിൽ തുടങ്ങിയപ്പോഴും അടുത്തേക്ക് ആദ്യമായി ഖുർആൻ പാരായണമാണ് ഓതുന്നതിനായി അതിനാൽ എത്തിയ ക്ഷണിച്ചു. بسم الله الرحمن الرحيم. يا أيها النبي جاهد الكفار والمنافقين واغلظ عليهم ومأواهم جهنم وبئس المصير. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. ഏറെ ബഹുമാനവും സ്നേഹവും നിറഞ്ഞ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന
യഥാർത്ഥ മുത്തഖ്കളിലും വഹീദുകളിലും അള്ളാഹു നമ്മവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആൻ എന്നും സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ അതിനെ ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ ഖത്മുൽ ഖുർആൻ മജ്ലിസിലാണ് നാം ഓരോരുത്തരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറെ കാലത്തെ പരിശ്രമത്തിനൊടുവിലായി ഖുർആൻ പൂർത്തിയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള സന്തോഷം, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹീതമായ ഒരു കാര്യം തന്നെയാണ്. ഖുർആൻ ഇന്ന് പൂർത്തീകരിക്കുന്നത് കൊച്ചി പള്ളുരുത്തി സ്വദേശിയായ ഹിദായത്ത് സാഹിബിൻ്റെ മകൻ ഉക്കാശയാണ് ഇന്ന് ഖുർആൻ ഹിഫ്ദ് പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥി. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാണ് അവൻ്റെ വിശുദ്ധ ഖുർആൻ പരിപൂർണമായും മനനം ചെയ്യുക എന്നുള്ളത്. ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിട്ട് നേടാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക. എന്നാൽ ഒരു ദീനിയായി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായ ഒരു വാപ്പയെ സംബന്ധിച്ചും ഒരു ഉമ്മയെ സംബന്ധിച്ചും അവരെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ അത് പരിപൂർണമായും ഹൃദിസ്ഥമാക്കുന്ന മക്കളുണ്ടായിത്തീരുക എന്നുള്ളത്. അതുപോലെ തന്നെ അതനുസരിച്ച് ജീവിക്കുന്ന മക്കളുണ്ടായിത്തീരുക എന്നുള്ളത് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹമാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹമാണ് മക്കളെ നല്ല ശിക്ഷണത്തോടുകൂടി, നല്ല തർബിയത്തോടുകൂടി വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, ഹിദായത്ത് സാഹിബിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും വലിയൊരു നേട്ടമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിരിക്കുന്നത്. അതിൽ അള്ളാഹുവിന് അങ്ങേയറ്റം ശുക്ർ ചെയ്യാനുള്ള തൗഫീഖ് നൽകിയ കുടുംബത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇന്ന് ഹിഫ്ദ് പൂർത്തീകരിക്കുന്ന ഉക്കാശ, അതിനെ മരണം വരെയും സംരക്ഷിക്കുന്ന ഒരു മോനായി അള്ളാഹു ഉക്കാശയെയും അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ അറിയിച്ചിട്ടുള്ളത്, നാളെ പരലോകത്ത് ലഭിക്കാനുള്ള അനുഗ്രഹങ്ങൾ എത്രമാത്രം വലുതാണ്, അതെല്ലാം ലഭിക്കുന്ന മക്കളായി അള്ളാഹു നമ്മുടെ എല്ലാ മക്കളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഉക്കാശ അവസാനമായി ഓതുന്ന ആയത്തുകൾ സൂറത്തുൽ ജാസിയയുടെ 22 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ്. അതിനെ നന്നായി പാരായണം ചെയ്യാനും അതിനെ നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാനും ഉക്കാശക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും അതിനെ നന്നായിട്ട് ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആനാണ്. ഓരോ വചനങ്ങൾ പാരായണം ചെയ്യുന്നവർക്കുള്ള കൂലി, അതുപോലെ തന്നെ കേൾക്കുന്നവർക്കുള്ള കൂലിയെല്ലാം വമ്പിച്ചതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാനിടയാകുന്ന ഒരു മജ്ലിസാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഭക്തിയോടുകൂടി തന്നെ എല്ലാവരും ക്ഷമയോടുകൂടി തന്നെ ആ ഖുർആൻ പാരായണം നന്നായിട്ട് കേൾക്കുക. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിനോട് മഗ്ഫിറത്തിനായി നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാരായണം ചെയ്യുന്നതിനായി മുഹമ്മദ് ഉക്കാശയെ ക്ഷണിച്ചുകൊള്ളും.
من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. وخلق الله السماوات والأرض بالحق ولتجزى كل نفس بما كسبت وهم لا يظلمون. أفرأيت من اتخذ إلهه هواه وضله الله على علم وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله أفلا تذكرون. وقالوا ما هي إلا حياتنا الدنيا نموت ونحيا وما يهلكنا إلا الدهر وما لهم بذلك من علم إن هم إلا يظنون. وإذا تتلى عليهم آياتنا بينات ما كان حجتهم إلا أن قالوا ائتوا بآبائنا إن كنتم صادقين. قل الله يحييكم ثم يميتكم ثم يجمعكم إلى يوم القيامة لا ريب فيه ولكن أكثر الناس لا يعلمون. ولله ملك السماوات والأرض ويوم تقوم الساعة يومئذ يخسر المبطلون. وترى كل أمة جاثية كل أمة تدعى إلى كتابها اليوم تجزون ما كنتم تعملون. وهذا كتابنا ينطق عليكم بالحق إنا كنا نستنسخ ما كنتم تعملون. فأما الذين آمنوا وعملوا الصالحات فيدخلهم ربهم في رحمته ذلك هو الفوز المبين. وأما الذين كفروا أفلم تكن آياتي تتلى عليكم فاستكبرتم وكنتم قوما مجرمين. وإذا قيل إن وعد الله حق والساعة لا ريب فيها قلتم ما ندري ما الساعة إن نظن إلا ظنا وما نحن بمستيقنين. وبدا لهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. وقيل اليوم ننساكم كما نسيتم لقاء يومكم هذا ومأواكم النار وما لكم من ناصرين. ذلكم بأنكم اتخذتم آيات الله هزوا وغرتكم الحياة الدنيا فاليوم لا يخرجون منها ولا هم يستعتبون. فلله الحمد رب السماوات ورب الأرض رب العالمين وله الكبرياء في السماوات والأرض وهو العزيز الحكيم. بسم الله
الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العظيم. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك والحمد حتى ترضى. اللهم إنا نحمدك ونستعينك ونستهديك ونستغفرك ونتوب إليك ونثني عليك الخير كله نشكرك ولا نكفرك ونخضع ونترك. اللهم إياك نعبد ولك نصلي ونسجد وإليك نسعى ونحفظ نرجو رحمتك ونخشى عذابك إن عذابك جد للكفار والحق. اللهم لك الحمد أنت خليل السماوات والأرض وفيه ولك الحمد أنت ملك السماوات والأرض وفيه ولك الحمد أنت نور السماوات والأرض وفيه ولك الحمد أنت الحق ووعدك حق وقولك حق والملائكة حق والجنة حق والنار حق والنبيون حق ومحمد صلى الله عليه وسلم حق والساعة آتية لا ريب فيها وأنك تبعث من في القبور. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم إنا عبدك ومن عبدك ومن عبدك ناصيتنا بيدك ماض فينا حكمك عدل فينا قضاؤك. أسألك اللهم بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلوبنا ونور أبصارنا وشفاء صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا يا رب العالمين. اللهم اجعلنا من أهل القرآن اللهم اجعلنا من أهل القرآن اللهم اجعلنا من أهل القرآن اللهم اجعلنا إلى ختم القرآن من الفائزين اللهم اجعلنا إلى ختم القرآن من الفائزين اللهم اجعلنا إلى ختم القرآن من الفائزين يا رب العالمين يا أرحم الراحمين يا راحم المساكين يا ذا الجلال والإكرام. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم احسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم احسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم احسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم انصر الإسلام والمسلمين اللهم انصر الإسلام والمسلمين اللهم انصر الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين.
اللهم دمر أعداء الدين واجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. اللهم اصلح أحوال المسلمين في كل مكان يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اعبدوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الحمد لله. വളരെയധികം സന്തോഷവും അനുഗ്രഹവും ലഭിച്ച ദിവസമാണ് ഇന്നെനിക്ക്. ഇതുപോലൊരു സന്തോഷവും അനുഗ്രഹവും ലഭിച്ച, എനിക്ക് ഹിദായത്ത് കിട്ടിയ, വളരെയധികം തൗഫീഖ് ലഭിച്ച അതേ ദിവസം പോലെയാണ് എനിക്കിന്ന് തോന്നുന്നത്. അൽഹംദുലില്ലാഹ്. ഇതുപോലെ അനുഗ്രഹം ലഭിച്ച, സന്തോഷം ലഭിച്ച ഒരുപാട് സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ അനുഗ്രഹവും സന്തോഷവും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അതേപോലെ ഇതേപോലെ കാത്തിരിക്കുന്ന, സന്തോഷത്തിനും അനുഗ്രഹത്തിനും കാത്തിരിക്കുന്ന ഒരുപാട് സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന്. ഇവിടെ നിന്ന് ഓടിപ്പോയി. വിചാരിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു മാനസികാവസ്ഥ. ഭയങ്കര വിഷമം തോന്നി. വളരെയധികം ആശ്വസിപ്പിച്ചു. എപ്പോൾ മടങ്ങി വരണം എന്ന് തോന്നുന്ന അപ്പോൾ കൊണ്ട് ഇവനെ ആക്കിക്കോളും. വളരെയധികം പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോട് ദുആ ചെയ്തു. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. വളരെയധികം നിരാശ വന്നു. എന്ത് ചെയ്യും? ഒരു രക്ഷയില്ല. അള്ളാഹുവിന്റെ കിതാബിൽ സൂറത്ത് സുമറിൽ 53-ാമത്തെ ആയത്ത് എനിക്കൊരു ആശ്വാസം നൽകി. ആ ആയത്ത് യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസികും ലാ തഖനതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ ഇന്നഹു ഗഫൂറുർ റഹീം. ലാ തഖനതു മിൻ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ ചൊല്ലി നിങ്ങൾ വിലപിക്കരുത്. അല്ലാഹു വളരെയധികം ഗഫൂറാണ്, റഹീമാണെന്ന് ആ ആയത്താണ് എന്നെ മോട്ടിവേഷൻ നൽകിയത്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സ്വയം തോന്നി തിരിച്ചു വരണം. വാപ്പ പറയുന്നത് കേൾക്കണം, മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ മാർഗം എന്ന് കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കി. അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ് അല്ലദീ ബിനിഅമതി തതിമു സ്വാലിഹാത്ത്. അല്ലാഹു ഖുർആനിലൂടെ നമുക്ക് അനുഗ്രഹം നൽകിയ അനുഗ്രഹം സൂറത്ത് അഅറാഫിൽ 43-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദി ലൗലാ അൻ ഹദാനാ അല്ലാഹ്. നമ്മളെല്ലാവരും അനുഗ്രഹം ലഭിക്കുമ്പോൾ നമ്മളെല്ലാവരും ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇതിലേക്ക് നയിച്ച അല്ലാഹുവിന് സർവസ്തുതി. ഞങ്ങൾ ഇതിലേക്ക് നയിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റൂല എന്ന് അല്ലാഹുവിനോട് നമ്മൾ നന്ദി പറയണം. അല്ലാഹുവാണ് നമ്മളെ നയിച്ചത്. ഈ കലിമയുടെ നടത്തിപ്പുകാർക്കും എല്ലാവർക്കും അല്ലാഹു ബർക്കത്തും ഹൈറും നൽകട്ടെ. അതുപോലെ തന്നെ നിസാർ മൗലവിക്കും നിസാർ മൗലവിയുടെ കുടുംബത്തിനും അല്ലാഹു സ്വർഗം നൽകട്ടെ. മുജാഹിദ് കുടുംബത്തിനും അല്ലാഹു സ്വർഗം നൽകട്ടെ. ഉക്കാശ റളിയല്ലാഹു അൻഹു 70,000 പേരോട് കൂടി വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അതിൽ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ.
آخر دعوانا الحمد لله رب العالمين. السلام عليكم. الله رب العالمين. الصلاة والسلام على نبينا محمد وآله وأصحابه أجمعين. ما بعد. الحمد لله. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ ശുദ്ധ ഖുർആൻ മനഃപ്പാഠം ആക്കുന്ന അല്ലെങ്കിൽ ആക്കിയ ഒരുപാട് സദസ്സുകളിൽ നാം പങ്കെടുത്തു. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇത് മുന്നോട്ട് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ ഖിയാമം വരെയും അവൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീത മാസത്തിൽപ്പെട്ട ഒന്നാണ് ശഅബാൻ. കാരണം കൂടുതൽ പുണ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന് മുന്നോടിയായി ചെയ്തുകൊണ്ട് റമദാനിലേക്ക് കടക്കുമായിരുന്നു. കാരണം നബി പറഞ്ഞത് ഭൂരിഭാഗം ആളുകളും അശ്രദ്ധരാകുന്ന ഒരു മാസമാണ് റജബിൻ്റെയും റമദാനിൻ്റെയും ഇടയിലുള്ള ശഅബാൻ. അതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് അശ്രദ്ധ ഒരിക്കലും നമുക്ക് പാടില്ല എന്നതാണ്. ആളുകൾ അശ്രദ്ധരാകുന്ന ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഉപയോഗിച്ചിരുന്നു. രാത്രിയുടെ അന്ത്യസമയത്ത് ആളുകൾ അശ്രദ്ധരാകുന്ന സമയമാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞുകൂടിയിരുന്നതായി ഹദീസിൽ കാണാം. അതുകൊണ്ട് നാമും ശഅബാനും വരുന്ന റമദാനുമെല്ലാം കൂടുതൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുകയും പ്രത്യേകിച്ച് ഖുർആനിൻ്റെ പഠനവും അതിൻ്റെ വായനയും പ്രത്യേകിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കലും ഒക്കെയായി ധന്യമാക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ മനഃപ്പാഠമാക്കിയ ഈ മക്കൾ നാം മനഃപ്പാഠമാക്കിയത് കൊണ്ട് ഒരു ഹാഫിള് ആയി എന്ന ഒരു നാമകരണത്തിൽ ഉപരിയായി അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് അവർ കടന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി ഖുർആനിനെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഖുർആനായി തീരാനും അവർ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഹിഫ്ള് കൊണ്ട് അവർക്കതൊരു ഫലത്തിലെത്തുകയുള്ളൂ. അതിനെ വീണ്ടും ആവർത്തിക്കാതെ ദൗറ ചെയ്യാതെ മുന്നോട്ട് പോയാൽ അത് മറന്നു പോകുന്ന സ്ഥിതി വരും. ഇനി ദൗറ ചെയ്താലും ഖുർആൻ അനുസരിച്ച് ജീവിക്കാതിരുന്നാലും ഖുർആനിനെ അവഗണിച്ച ഗണത്തിൽപ്പെടും. ഖുർആനിനെ അവഗണിച്ചവൻ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മുഖത്ത് മാംസമില്ലാത്ത നിലയിൽ വരും എന്നുമൊക്കെ ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് ഈ മക്കളോടും നമ്മളോടുമൊക്കെ പറയാനുള്ളത്, വസിയത്ത് ചെയ്യാനുള്ളത്, കഴിവിൻ്റെ പരമാവധി നമ്മുടെ എല്ലാ മേഖലകളിലും പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതമാക്കാൻ ആവുന്ന എത്ര കണ്ട് ശ്രമിക്കാൻ പറ്റുമോ ആ നിലയിലെല്ലാം ശ്രമിക്കണം എന്നതാണ്. അള്ളാഹു നമുക്ക് ഇവിടെ ഖുർആൻ ഇന്ന് ഹിഫ്ളാക്കിയവർക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഹിഫ്ളാക്കിയവർക്കും ഇനി ആക്കാൻ ഉള്ളവർക്കും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്ത് നിന്ന് ഖുർആൻ പഠിതാക്കളായ എല്ലാവർക്കും നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കുമൊക്കെ ഖുർആൻ കൊണ്ട് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പൂർണ്ണമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നാളെ ഖബറിൽ ഉള്ള ചോദ്യത്തിന് നിന്റെ ഇമാം ആരാണ് എന്ന് ചോദിക്കുമ്പോൾ വൽ ഖുർആനു ഇമാമി എന്ന് ധൈര്യസമേതം യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്തി എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനാണ് എൻ്റെ ഇമാം എന്ന് ധൈര്യസമേതം പറയാനുള്ള എല്ലാ സന്ദർഭങ്ങളും ഒരുക്കി കൊണ്ടുവേണം നാളത്തെ ജീവിതത്തിലേക്ക് കടക്കാൻ. അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ, ഇതിന് പ്രാപ്തരാക്കുന്ന അഭിമന്യരായ ഉസ്താദന്മാരെ അനുഗ്രഹിക്കട്ടെ. ഇതിനു വേണ്ടി നാനാഭാഗത്ത് നിന്ന് എല്ലാവിധത്തിലുള്ള സാമ്പത്തിക ശാരീരിക സൗകര്യങ്ങൾ ഒരുക്കിത്തരുന്ന എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഖുർആനിനു വേണ്ടി പരിശ്രമിക്കുന്ന, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന എല്ലാവർക്കും അള്ളാഹു എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി അള്ളാഹു കബൂലാക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് ഈ സമ്മാനദാനമാണ്. അത് നൽകുന്നതിനായി അബ്ദുൽ ഖാനെ ക്ഷണിച്ചു. രണ്ട് വാക്ക് സംസാരിക്കാൻ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ. നമ്മുടെ ഈ 33ാമത്തെ കുട്ടിയാണ് ഇവിടുന്ന് ഹിഫ്ള് പൂർത്തീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഇവിടുന്ന് ഈ ഹിഫ്ള് പൂർത്തീകരിച്ച കുട്ടികൾ ഖുർആനനുസരിച്ച് ജീവിക്കുകയും അത് നിലനിർത്തി പോകുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഹിഫ്ള് പൂർത്തീകരിച്ച് നിങ്ങളിവിടുന്ന് പോയാലും പല മേഖലകളിലേക്ക് എത്തിപ്പെട്ടാലും ഖുർആനെ മറക്കരുത് എന്നും ഖുർആനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണമെന്നും ഒരു ഉപദേശവും കൂടിയുണ്ട്. കാരണം പല കുട്ടികളും ഹിഫ്ള് പൂർത്തീകരിച്ച് പുറത്തേക്ക് പോയ പലവരെയും പരിചയപ്പെടുമ്പോൾ പലവരും പല മേഖലയിലായി കഴിഞ്ഞിട്ട് ഖുർആൻ പോലും ഇമാമത്ത് നിൽക്കാൻ പോലും പേടിയുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെ ഗൗരവമാണ്. കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഹിഫ്ള് പൂർത്തീകരിച്ച ഒരു കുട്ടിയോട് ഇമാമ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി ഞാൻ പഴയതൊക്കെ മറന്നുപോയി, അതുകൊണ്ട് വേറെ ആരെങ്കിലും നിൽക്കാൻ പറയുന്ന ഒരവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. പഠിച്ചവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അസ്സലാമു അലൈക്കും. അടുത്ത സമ്മാനം നിർവഹിക്കുന്നത് ജനാബ് ഇബ്രാഹിം സാഹിബ് വടുതല. അദ്ദേഹത്തിന് ക്ഷണിച്ചു. അടുത്തത് മജ്‌ലിസിൻ്റെ സമാപനമാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി മുജാഹിദ് സാഹിബ് ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കാരണത്താൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു മകൻ കൂടി അവൻ്റെ പാഠങ്ങൾ പരിപൂർണമായും ഓതി പൂർത്തിയാക്കിയിരിക്കുന്നു. അൽഹംദുലില്ലാഹി ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. അതിൻ്റെ ഏറ്റവും മഹനീയമായ സദസ്സിലൂടെയാണ് നേരമിത്രയും നാം ഓരോരുത്തരും കടന്നുപോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സദസ്സിനെ നാളെ പരലോകത്ത് നമ്മുടെ രക്ഷക്കായി ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഖുർആനിനോടും ഖുർആനിൻ്റേതായ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളോടും സഹകരിക്കുന്ന, അതിലേക്ക്
എത്തിച്ചേരുന്ന നമ്മുടെ ഈ ഒരു രീതിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാകട്ടെ. സദസ്സിൻ്റെ സമാപനം എന്ന നിലക്ക് ഇവിടെ എത്തിയ ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ ഹിഫ്ള് പൂർത്തിയാക്കിയ ഭാഷയോടുകൂടി 4ാമത്തെ കുട്ടിയാണ് ഹിഫ്ള് പൂർത്തീകരിക്കുന്നത്. പക്ഷേ അത് ഒരാൾ കൂടി ബാക്കിയുണ്ട് ഈ വർഷം തീർക്കുന്നതിൽ. അതിൻ്റെ മജ്‌ലിസ് അടുത്ത ഞായറാഴ്ച വെച്ചിരിക്കുന്നു. കാരണം റമദാന് മുമ്പ് തന്നെ അത് സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ചയാണ് വെച്ചിരിക്കുന്നത്. കഴിയുന്ന സഹോദരങ്ങൾ അതിനുകൂടി വന്ന് ഈ വർഷത്തെ മുഴുവൻ സദസ്സിലും പങ്കെടുത്തവരായി മാറണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കലിമ തഹ്ഫീദുൽ ഖുർആൻ എന്ന സ്ഥാപനത്തിന് രൂപം നൽകുകയും ഈ കൊച്ചു പ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ പല മേഖലകളിലേക്ക്, ഇസ്ലാമികമല്ലാത്ത പല മേഖലകളിലേക്കും തിരിയുന്ന ആ കാലഘട്ടത്തിൽ തീർത്തും ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിൽ അവരെ പഠിപ്പിക്കാനും ആ ഒരു ജീവിത ചട്ടയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട കലാം മൗലവിയുടെയും ഹാഫിദ് നിസാർ മൗലവിയുടെയും നേതൃത്വത്തിൽ ഇത്തരമൊരു സ്ഥാപനം വന്നു. നമുക്കറിയാം, ഇത് തുടക്കം കുറിച്ചത് തമ്മനത്ത് താജുദ്ദീൻ സാഹിബിൻ്റെ ബിൽഡിങ്ങിലായിരുന്നെങ്കിൽ വളരെ അസൗകര്യമായ ഒരു ബിൽഡിംഗ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി സൗകര്യത്തിൽ ഒരു മസ്ജിദിൻ്റെ കീഴിൽ ഈ സ്ഥാപനം കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമുക്കിവിടെ നെട്ടൂർ ഇങ്ങോട്ട് മാറ്റി സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചത്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 3 വർഷം മുമ്പ് എൻ്റെ മകനെയും വർഷങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുവന്ന ആൾക്കായി കഴിഞ്ഞ 3 വർഷം മുമ്പ് എൻ്റെ മകനെ അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ പരിപൂർണമായും ഹാഫിളാക്കി ഇവിടുന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചു. ഇപ്പോൾ തുടർ വിദ്യാഭ്യാസത്തിൽ നടക്കുകയാണ്, ദൗറ നടക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിന് പഠിച്ച റബ്ബ് എല്ലാവിധ ഐശ്വര്യവും ബർക്കത്തും നാൾക്ക് നാൾ വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ കലിമ തഫ്ഹീമുൽ ഖുർആനിൽ നിന്നും എൻ്റെ 2 മക്കളും അൽഹംദുലില്ലാഹ് ഹാഫിളായി. വളരെയധികം സന്തോഷമുണ്ട്. ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി നല്ല ഒരു ഉസ്താദുമാരായാലും ഉസ്താദിൻ്റെ ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ടോടുകൂടി നടത്തുന്നൊരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ നല്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാലും നല്ല തജ്വീദിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്നും തജ്വീദോടുകൂടി വളരെ വ്യക്തമായി ഖുർആൻ പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ളൊരു ഭാഗ്യമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മൂത്ത മകൻ 2.5 വർഷം കൊണ്ട് ഇവിടെ നിന്ന് ഹാഫിളായി. കൊറോണയുടെ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് അവനൊരു 2 വർഷം കൊണ്ട് ആവേണ്ടത് കുറച്ച് ടൈം കൂടിപ്പോയി. രണ്ടാമത്തെ ആളും 2 വർഷം കൊണ്ട് അൽഹംദുലില്ലാഹ് ഹാഫിളായി. അവന് 10 വയസ്സിലാണ് രണ്ടാമത്തെ ആൾ ഹാഫിളായത്. അവന് ഇപ്പോൾ മൂത്ത ആൾ +1 പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവർ നല്ലൊരു ഇപ്പോൾ ദൗറ ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്തുവാൻ, ഇത് നിലനിന്നു പോകാൻ അള്ളാഹു അവർക്കും അതുപോലെ ഇത് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജുറൈജ്. ഞാൻ നശീമ സ്വദേശിയാണ്. ഞാനിവിടെ 4 കൊല്ലമായിട്ട് പഠിക്കുന്നതാണ്. ഇപ്പോൾ ഹാഫിളായി 15 ദൗറ കഴിഞ്ഞ്. ഇപ്പോൾ ഈ കൊല്ലം കൂടി കഴിഞ്ഞാൽ മെയ്യിൽ സനതാണ്. അതായത് ഞാൻ സ്കൂളിലേക്ക് ചേരും. ഇനി 10ലേക്കാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഉക്കാശ. ഞാൻ പള്ളുരുത്തിയിലാണ് വീട്. എൻ്റെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഖത്മുൽ ഖുർആൻ മജ്‌ലിസ് എൻ്റെ പൂർത്തിയായിരിക്കുകയാണ്. ഞാൻ ഹാഫിളായിരിക്കുകയാണ്.
ഇനി ഇതിന് ശേഷം ഞാൻ ദൗറ ചെയ്ത് അതിന് ശേഷം ഖുർആൻ ഹത്തമുൽ മറ്റേ സന്നദ്ധദാന സമ്മേളനം വാങ്ങിച്ചതിന് ശേഷം ഭൗതിക വിദ്യാഭ്യാസത്തിനായി രണ്ടും കൂടിയുള്ള ഇതിന് പോവും. അതിനുശേഷം അത് രണ്ടും കൂടി ഇസ്ലാമികവുമായി അതുപോലെ തന്നെ സ്കൂളും കൂടി പഠിച്ച് 9ാം ക്ലാസ് എഴുതും. അങ്ങനെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹൈദർ അലി. ഞാൻ പട്ടാമ്പി സ്വദേശിയാണ്. എൻ്റെ മകൻ മുഹമ്മദ് റസൽ കലിമ എന്ന സ്ഥാപനത്തിൽ എറണാകുളം നെട്ടൂരിൽ കഴിഞ്ഞ ആഴ്ച ഹിഫ്ള് പഠനം പൂർത്തിയാക്കിയിരിക്കുന്നു. തുടർ പഠനം ഇൻഷാ അല്ലാഹ് നടത്തുന്നതാണ്. പിന്നെ സന്നദ്ധദാന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് മകൻ പിരിയുന്നതാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ഹിദായത്ത്. ഞാൻ പള്ളൂറ്റി സ്വദേശിയാണ്. നമ്പ്യാപുരത്താണ് എൻ്റെ വീട്. എൻ്റെ മകൻ ഈ തഫ്സീൽ ഖുർആൻ കലിമയുടെ ഒരു പഠിപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഖുർആൻ ഹാഫിളായിരിക്കുന്നു. 2.5 വർഷം കൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദും വളരെ നല്ലൊരാളാണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ വളരെ നല്ല രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നു. ഇവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾക്ക് ഹോസ്റ്റലാണെന്ന് നമുക്ക് ഫീൽ ചെയ്യൂല. ഒരു വീട് പോലെയാണ് പിള്ളേർക്കും നമ്മൾക്കും ഫീൽ ചെയ്യുള്ളൂ. നല്ല രീതിയിലാണ് ഇത് നടന്നു പോകുന്നത്. അൽഹംദുലില്ലാഹ്. എൻ്റെ മകനെ കൊണ്ടുവന്നാക്കിയ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം നമ്മൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇതിൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാവും വളരെ നല്ല സ്ഥാപനമാണെന്നും. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെ പോലെ ഇവർ വളരെ കെയർ ചെയ്താണ് പഠിപ്പിക്കുന്നത്. അതാണ് അൽഹംദുലില്ലാഹ് വളരെ വളരെ സന്തോഷം. ബറക്കല്ലാഹ്. നിങ്ങൾക്കും മക്കൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഇവിടെ വന്ന് പഠിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. അസ്സലാമു അലൈക്കും.